BJP ഇത്തവണ മൂന്നാം മോദി മന്ത്രിസഭ അധികാരത്തിലേറുമ്പോൾ അവരെ സംബന്ധിച്ച് ലോക്സഭയിൽ തന്നെ അവരുടെ ഭൂരിപക്ഷം കുറവായിരുന്നു. സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് അവർ ഭരിക്കാൻ ആരംഭിച്ചതും. പക്ഷേ അവരെ അലട്ടിയ പ്രശ്നം അവർക്ക് രാജ്യസഭയിൽ സീറ്റുകളുടെ എണ്ണം കുറവാൻ സുപ്രധാനമായ ബില്ലുകൾ പാസ്സാക്കാൻ കഴിയുമോ എന്നൊരു സന്ദേഹം അവർക്കുണ്ടായിരുന്നെങ്കിൽ ഈ അടുത്ത സമയത്ത് നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അവർ സീറ്റ് നിലയിൽ ഗണ്യമായ വർധനമുണ്ടാക്കുകയും അവർ സഖ്യകക്ഷികൾ ഉൾപ്പെടെ 121 സീറ്റുകൾ ഈ രാജ്യസഭയിലേക്ക് ഉണ്ടാക്കി എടുക്കുകയും ചെയ്തു. അതിൽ എതിരില്ലാതാണ് 12 പേർ ജയിച്ചതും. അതായത് ബില്ലുകൾ അവർക്ക് സഖ്യകക്ഷികളുടെ സഹായത്തോടെ എളുപ്പത്തിൽ പാസ്സാക്കാൻ കഴിയും. പക്ഷേ BJP അതുകൊണ്ടും തൃപ്തരല്ല. കാരണം 96 അംഗങ്ങളുള്ള BJP വീണ്ടും YSR കോൺഗ്രസിൻ്റെ രാജ്യസഭാ എംപിമാരെ അടർത്തിയെടുത്തുകൊണ്ട് അവരുടെ അംഗബലം 98 ഉയർത്തി. അത് 100ലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കാരണം 11 എംപിമാരാണ് YSR കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ TDP ചേർന്നു, 2 പേർ BJP ചേർന്നു. ഇനിയും അതിൽ നിന്ന് അംഗങ്ങൾ വരുമെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ അവിടെയല്ല. കഴിഞ്ഞ 24 വർഷക്കാലമായി BJPയുടെ സന്നദ്ധ സഹചാരിയായി നടന്നിരുന്ന ബിജു ജനതാദളിനെ ഇപ്പോൾ നെടുക പിളർത്തി വിഴുങ്ങിയിരിക്കുകയാണ് BJP എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ മമത മൊഹന്ത എന്ന് പറയുന്ന രാജ്യസഭയിലെ MP രാജിവെച്ചിരുന്നു. ഇപ്പോഴിതാ പുതിയ വാർത്ത എത്തിയിരിക്കുന്നു. സുജിത് കുമാർ എന്ന് പറയുന്ന അവരുടെ രാജ്യസഭാ MPയും രാജിവെച്ചിരിക്കുന്നു. ഇതോടുകൂടി രാജ്യസഭയിൽ 9 അംഗങ്ങളുണ്ടായിരുന്ന ബിജു ജനതാദളിൻ്റെ അംഗസംഖ്യ 7ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. നമുക്കറിയാം ബിജു ജനതാദളിൻ്റെ നേതാവ് ഈ മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ പറഞ്ഞത് ഇവിടം കൊണ്ട് തങ്ങൾ BJPയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നു, ഇനി ഒരു കാര്യത്തിലും പിന്തുണ നൽകില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അത് ഇന്ന് 2 അംഗങ്ങളെ അടർത്തി BJP എടുത്തിരിക്കുന്നത്. ഇവർ BJPയിലേക്ക് ജോയിൻ ചെയ്യുമെന്നുള്ളത് തന്നെയാണ് ഡൽഹിയിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും. ഏതായാലും ഇതാണ് അവസ്ഥയെങ്കിൽ ബിജു ജനതാദളിൻ്റെ മുഴുവൻ MPമാരെയും ഒരുപക്ഷെ BJP പാളയത്തിലെത്തേക്ക്. BJP അവരുടെ കണക്കൂട്ടലിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ രാജ്യസഭയിലേക്കാണ്. രാജ്യസഭയിൽ ഇപ്പോൾ നിലവിൽ 119 അംഗങ്ങൾ മതി ഒരു ബില്ല് പാസ്സാക്കാൻ. ആ ഒരു സംഖ്യയിലേക്ക് എത്തുക, അതിന് മറ്റ് പാർട്ടികളെ ചെറു പാർട്ടികൾ അടക്കമുള്ളവരുടെ രാജ്യസഭാ MPമാരെ BJPയിലേക്ക് ചേർക്കുക എന്നൊരു രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. ഏതായാലും YSR കോൺഗ്രസിന് തൊട്ടു പിന്നാലെ ബിജു ജനതാദളിൻ്റെ MPമാരും BJPയിലേക്ക് ജോയിൻ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.